ഒരുപാട് പേര് കാത്തിരിക്കുന്ന എലിയോ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥ തുടങ്ങാം. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം കുഞ്ഞു നായകനായ നമ്മുടെ എലിയോ അവന്റെ ആന്റി ആയിട്ടുള്ള ഓൾഗയോടത്താണ് താമസം. ഓൾഗ എയർഫോഴ്സിലെ മേജറാണ്. അച്ഛനെയും അമ്മയെയും നമ്മുടെ കുഞ്ഞു എലിയോയ്ക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ഓൾഗയോട് സംസാരിക്കുന്ന തക്കത്തിന് എലിയോ അവിടെ മൊത്തം നടന്നു കാണാനായിട്ട് ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ഒരു കുട്ടി തന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ട് എലിയോയ്ക്ക് നല്ല വിഷമം വരുന്നു. അങ്ങനെ എക്സിബിഷൻ ഹാളിലേക്ക് എത്തിയ എലിയോ വോയേജർ 1 സ്പേസ് ക്രാഫ്റ്റിനെ പറ്റിയും അതുപോലെ തന്നെ സ്പേസിലെ ജീവിതത്തെ പറ്റിയും മനസ്സിലാക്കുന്നു. എലിയോയുടെ ആന്റി ആയിട്ടുള്ള ഓൾഗയ്ക്ക് ഒരു ആസ്ട്രോണറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നെഫ്യൂ ആയിട്ടുള്ള നമ്മുടെ എലിയോയെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹമൊക്കെ ഓൾഗ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സ്പേസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ നമ്മുടെ എലിയോയ്ക്ക് ഇപ്പോ സ്പേസിലേക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ആന്റി കാണാതെ രാവിലെ തന്നെ അവൻ കെട്ടും കിടക്കയായിട്ട് നേരെ ബീച്ചിലേക്ക് പോകും. എന്നിട്ട് അവിടെ എഴുതിയിടും. എന്താ എഴുതുന്നറിയോ? ഏലിയൻസെ എന്നെ ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോവോ എന്നും ഇത് തന്നെയാണ് പതിവ്. പക്ഷെ രാത്രി വരെ ഇവൻ ഇങ്ങനെ കിടക്കും, ഒരു ഏലിയനും വരാറില്ല. അങ്ങനെ അവന്റെ നാട്ടിലെ പല സ്ഥലങ്ങളും ഇപ്പൊ പോയിട്ട് അവൻ പരീക്ഷിച്ചു കഴിഞ്ഞു. അതൊക്കെ മാപ്പിൽ അവൻ രേഖപ്പെടുത്തുന്നുമുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി പതിവ് പോലെ എലിയോ ഇങ്ങനെ ബീച്ചിൽ കിടക്കുകയാണ്. ഏലിയൻസ് വരുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാണ് ഒരു പച്ച വെളിച്ചം വരുന്നത്. അവൻ ആദ്യം വിചാരിച്ചു അത് ഏലിയൻസ് ആണെന്ന്. പക്ഷെ ബ്രൈസ് എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു അത്. സ്പേസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന കുറച്ച് ഗ്രൂപ്പൊക്കെ നമ്മുടെ എലിയോയ്ക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിലെ അംഗമായിരുന്നു ബ്രൈസ്. സത്യത്തില് നമ്മുടെ എലിയോ അവനോടൊരു കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബീച്ചിൽ വെച്ച് നമ്മുടെ ടീമിന്റെ മീറ്റപ്പ് ഉണ്ടെന്ന്. അങ്ങനെ ബ്രൈസും ബ്രൈസിന്റെ കൂട്ടുകാരനായിട്ടുള്ള കാലിബും കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ബ്രൈസ് കയ്യിൽ കരുതിയിരുന്ന ഒരു ഹാം റേഡിയോ എടുത്ത് ഇപ്പൊ നമ്മുടെ എലിയോ അത് അവന്റെ റേഡിയോയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏലിയൻസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കാലിബ് എന്ന് പറയുന്ന കുരുത്തം കെട്ട ചെക്കൻ വന്നിട്ട് ആ ഒരു റേഡിയോ എടുത്ത് വലിച്ചെറിയുകയാണ്. ഇത് കണ്ടതും നമ്മുടെ എലിയോയ്ക്ക് ദേഷ്യം പിടിച്ചു. അവൻ സട്ട കുടഞ്ഞ് എഴുന്നേറ്റിട്ട് ഈ ഒരു കാലിബ് എന്ന് പറയുന്ന പയ്യന്റെ മൂക്കാമണ്ട അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കുറച്ച് സോൾജേഴ്സ് വന്ന് ഈ 3 എണ്ണത്തിനെയും പെറുക്കിയെടുത്ത് അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ആന്റി എയർഫോഴ്സിലെ മേജർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എലിയോ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള 2 പയ്യന്മാർക്കും നല്ല രീതിയിൽ പണി കിട്ടി. 2 എണ്ണത്തിനെയും ഒരു ബോർഡിംഗ് ക്യാമ്പിലേക്ക് അവരുടെ രക്ഷിതാക്കള് മാറ്റി. ഈ 3 എണ്ണം കൂടി തല്ലൂടിയിട്ട് നമ്മുടെ എലിയോയുടെ കണ്ണിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൾഗയുടെ അടുത്തേക്ക് മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ എലിയോ അത് ഒളിഞ്ഞു കേൾക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഏലിയൻസ് വോയേജറുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നും അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ടേക്ക് അയക്കണമെന്നൊക്കെയാണ് നമ്മുടെ മെൽമാക്ക് പറയുന്നത്. പക്ഷെ ഈ ഓൾഗയും അവരുടെ കൊളീഗ്സും അത് പാടെ തള്ളിക്കളയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ എലിയോ അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ ഉള്ളിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പോയതിനു ശേഷം എലിയോ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഏലിയൻസ് അയച്ച ആ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയാണ്. ഹലോ, ഞാൻ എലിയോ, എൻ്റെ പേര് എലിയോ എന്നാണ്. ഞാൻ ഈ ഭൂമിയിലെ വലിയൊരാളാണ്. എനിക്ക് അങ്ങോട്ടേക്ക് വരാനുള്ള താല്പര്യമൊക്കെ ഉണ്ട്. എന്നെ പെട്ടെന്ന് വന്ന് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ഒരു മെസ്സേജ് അങ്ങോട്ട് സെൻഡ് ചെയ്തു. അതോടുകൂടി ആ ഒരു എൻറ്റയർ മിലിറ്ററി ബേസിലെ കറണ്ട് മൊത്തം അടിച്ചുപോയി. എലിയുടെ ആന്റി ആയിട്ടുള്ള നമ്മുടെ മേജർ ഓൾഗയുടെ പണി പോകുന്ന കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എലിയുടെ മനസ്സിൽ അതൊന്നുമില്ല. അവൻ വീട്ടിലേക്ക് പോയ ഉടനെ തന്നെ പെട്ടിയും കിടക്കയും പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങൾ എടുക്കുക എന്നുള്ള തിരക്കിലാണ്. ഇവിടെ ഓൾഗ ആന്റി ആണെന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥരെ വിളിച്ചിട്ട് സോറിയോട് സോറി പറച്ചിലാണ്. ഇതൊക്കെ കണ്ട ഓൾഗ ആന്റിക്ക് നല്ല ദേഷ്യം വന്നു. അവള് ചൂടായിട്ട് തന്നെ പറഞ്ഞു, മര്യാദക്ക് നീ റെഡി ആയിക്കോ, നാളെ തന്നെ നമ്മൾ യൂത്ത് ക്യാമ്പിലേക്ക് പോകും, നീ അവിടെ കിടന്നാലേ മര്യാദ പഠിക്കുള്ളൂ, നമ്മൾ ഒരു ഫാമിലി അല്ലേ എന്നൊക്കെ ഓൾഗ പറയുമ്പോ എലിയോ ദേഷ്യപ്പെട്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഫാമിലി അല്ല, എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വാതില് അടയ്ക്കുകയാണ്. ഇന്ന് രാത്രിയും കൂടിയേ അവന്റെ എല്ലാ പരിപാടികളും നടക്കുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ എലിയോ ടെറസിലേക്ക് പോവാണ്. എന്നിട്ട് റൂമിനകത്തുണ്ടായിരുന്ന പച്ച LED ബൾബ് ഒക്കെ വെച്ചിട്ട് ഏലിയൻസിന് വഴി കാട്ടാൻ വേണ്ടി അവനിങ്ങനെ ടെറസിൽ ഇരിക്കുകയാണ്. അവനെങ്ങാനും വന്നിട്ട് കൊണ്ടുപോയാലോ എന്നാണ് അവന്റെ ചിന്ത. പക്ഷെ ഒന്നും നടന്നില്ല. മാത്രമല്ല അടുത്ത ദിവസം രാവിലെ യൂത്ത് ക്യാമ്പിലേക്ക് ഇപ്പൊ ഓൾഗയോടത്ത് നമ്മുടെ എലിയോ പോവുകയാണ്. ക്യാമ്പിലെത്തിയ നമ്മുടെ എലിയോയുടെ സകല കിളിയും പോയി.
ബ്രൈസും കാലിബും അവിടെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു മോനെ, നിനക്ക് സുഖല്ലേ? ഞങ്ങൾ ഒരാഴ്ച മുമ്പേ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. നീ എന്താ വരാത്തേന്ന് ആലോചിച്ചിരിക്കായിരുന്നു. അന്ന് രാത്രിയും നമ്മുടെ എലിയോ ഏലിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ബ്രൈസും കാലിബും പിന്നെ കുറച്ച് പിള്ളേരും കൂടി ചേർന്നിട്ട് നമ്മുടെ എലിയോയെ പേടിപ്പിക്കാനായിട്ട് മുഖംമൂടിയൊക്കെ ധരിച്ചിട്ട് അവന്റെ ടെന്റിനടുത്തേക്ക് വരുമ്പോ തന്നെ എലിയോ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഇതേ സമയം മിലിറ്ററി ബേസിൽ ഇരിക്കുകയാണ് നമ്മുടെ ഓൾഗ. അപ്പോഴാണ് ഒരുപാട് അൺനോൺ സിഗ്നൽസ് ഒക്കെ വരുന്നത് നമ്മുടെ ഓൾഗയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മറുവശത്ത് നമ്മുടെ എലിയോ ആകട്ടെ ബുള്ളികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു മരച്ചുവട്ടില് ഒളിച്ചു നിൽക്കുകയാണ്. മിലിറ്ററി ബേസിൽ ഉണ്ടായിരുന്ന എല്ലാ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും ഇപ്പോ അൺനോൺ മെസ്സേജുകളും മറ്റും വരികയാണ്. അതായത് എലിയോ നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മെസ്സേജിന് ഇപ്പോ ഏലിയൻസ് റിപ്ലൈ അയച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ബ്രൈസും കാലിബും ബാക്കിയുള്ളവരും കൂടി ചേർന്ന് നമ്മുടെ എലിയോയെ കീഴ്പ്പെടുത്തിയിരുന്നു. എന്നിട്ട് അവന്റെ മൂക്കമണ്ട അടിച്ച് പൊട്ടിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്നു. എലിയോയ്ക്ക് മാത്രം അനങ്ങാൻ പറ്റുന്നുണ്ട്. അവന് മുമ്പിലുള്ള ആ ഒരു വെള്ളത്തുള്ളി വരെ അവനിപ്പോ തൊടാനായി സാധിക്കുന്നു. അതേ കൂട്ടുകാരെ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവില് നമ്മുടെ എലിയോയെ തേടി ഇപ്പോ സ്പേസ് ഷിപ്പ് വന്നിരിക്കുകയാണ്. ഏലിയൻസ് അവനെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോവുകയാണ്. സാധാരണ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാ കുട്ടികളും പേടിക്കും. പക്ഷെ നമ്മുടെ എലിയോയ്ക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് സന്തോഷാവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്പേസ് ഷിപ്പ് വന്നിട്ട് അവനെ വലിച്ചെടുക്കുന്നു അതിനുള്ളിലേക്ക്. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് സൂപ്പർ കമ്പ്യൂട്ടർ അവനെ കാണാനായി വരുന്നു. അങ്ങനെ ഈ ഒരു കുഞ്ഞൻ ലിക്വിഡ് സൂപ്പർ കമ്പ്യൂട്ടർ ഇവന്റെ ശരീരത്തിലേക്ക് ഒരു ചിപ്പ് പോലുള്ള ഒരു സാധനം ഘടിപ്പിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് ലാംഗ്വേജിന്റെ ആ ഒരു പ്രശ്നം ഇല്ലാതാവുകയാണ്. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കമ്മ്യൂണിവേഴ്സിലേക്കാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ എലിയുടെ കിളി പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇത് വല്ല സ്വപ്നമാണോ? പല പ്ലാനറ്റുകളിൽ നിന്നും വരുന്ന ഏലിയൻസ് ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കമ്മ്യൂണിവേഴ്സ്. അവർക്ക് ലഭിക്കുന്ന അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിവേഴ്സ് അറിയപ്പെടുന്നത്. അവിടുത്തെ പ്രധാന അംബാസഡേഴ്സ് ആയിട്ടുള്ള ഹെലിക്സ്, ക്വസ്റ്റ, ടെക്മൻ എന്നിവര് ഇപ്പൊ നമ്മുടെ എലിയോയെ പരിചയപ്പെടുകയാണ്. യഥാർത്ഥത്തില് ഈ ഒരു ഏലിയൻസിന് ഒരു അബദ്ധം പറ്റിയതാണ്. എർത്തിലെ, അതായത് നമ്മുടെ ഭൂമിയിലെ അംബാസഡർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എലിയോയാണ്. എലിയോ ആണെന്നുണ്ടെങ്കിൽ അത് തിരുത്താനും പോയില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, അവന് ഏലിയൻസിന്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. ഭൂമിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വലിയ ആർപ്പ് വിളികളോട് കൂടിയിട്ടാണ് അവനെ വരവേക്കുന്നത്. ഇവനെ സെലക്ട് ചെയ്ത ഇവിടുത്തെ ഏലിയൻസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ വിചാരം ഒയേഗർ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ എലിയോ ആണെന്നാണ്. ഇവൻ ഒരു കൊച്ചു കുട്ടിയാണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഈ ഒരു അംബാസഡേഴ്സിൽ നിന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എലിയോ. പെട്ടെന്നാണ് ഒരു എമർജൻസി മീറ്റിംഗ് അവർ വെക്കുന്നത്. ലോർഡ് ഗ്രിഗോണുമായിട്ടായിരുന്നു ആ ഒരു എമർജൻസി മീറ്റിംഗ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നമ്മുടെ എലിയോ ശ്രമിച്ചു. പക്ഷേ എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ അവനെയും നിർബന്ധിച്ച് ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി കൊണ്ടുപോകുന്നു. ഈ ലോർഡ് ഗ്രിഗോൺ എന്ന് പറയുന്നത് കമ്മ്യൂണിവേഴ്സിൽ നിന്ന് നേരത്തെ തന്നെ റിജക്ട് ചെയ്യപ്പെട്ട ഒരു ഏലിയൻ ആണ്. മീറ്റിംഗിന്റെ അവസാനത്തില് ഒരു വാർണിംഗ് എന്ന രീതിയിൽ ലോർഡ് ഗ്രിഗോൺ ഒരു കാര്യം പറയുന്നു: ഞാൻ കമ്മ്യൂണിവേഴ്സ് പിടിച്ചടക്കാൻ പോവുകയാണ്. അതും പറഞ്ഞ് ലോർഡ് ഗ്രിഗോൺ അവിടെ നിന്നും പോയി. അപ്പൊ തന്നെ അംബാസഡേഴ്സ് മൊത്തം എലിയോയെ ഭൂമിയിലേക്ക് അയക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ, അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടെ വലിയൊരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് തന്നെ പോകണമെന്നാണ് അംബാസഡേഴ്സ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് ഇപ്പൊ പോകാൻ കഴിയില്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലോർഡ് ഗ്രിഗോണുമായിട്ട് ഒരു നെഗോഷിയേഷൻ നടത്താം. അങ്ങനെ കമ്മ്യൂണിവേഴ്സിലെ അംബാസഡേഴ്സ് അതിന് സമ്മതിച്ചു. പക്ഷേ ഭൂമിയിൽ നമ്മുടെ എലിയോ ഇപ്പൊ ഇല്ല. അതിന് പകരമായിട്ട് എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ എലിയോയിൽ നിന്നും ഒരു DNA സാമ്പിള് എടുത്തതിന് ശേഷം എലിയോയുടെ ഒരു ക്ലോൺ നിർമ്മിക്കുന്നു. എന്നിട്ടത് ഭൂമിയിലേക്ക് അയക്കാനാണ് ഇവരുടെ പ്ലാന്. തന്റെ ക്ലോണിനെ കണ്ട് നമ്മുടെ എലിയോ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഒരച്ചില് വാർത്ത എടുത്തതാണെന്ന് ആര് കണ്ടാലും പറയുള്ളൂ. അത്രയ്ക്കും പെർഫെക്റ്റ് മാച്ച്. അങ്ങനെ ഇവര് ഭൂമിയിലേക്കുള്ള ആ ഒരു പോർട്ടൽ തുറക്കുന്നു. ഭൂമിയിലേക്കുള്ള പോർട്ടൽ തുറന്നതിന് ശേഷം നമ്മുടെ ക്ലോൺ ആയിട്ടുള്ള എലിയോയാണ് ഇപ്പൊ ബ്രൈസിന്റെയും കലീബിന്റെയും അടുത്തേക്ക് അയക്കുന്നത്. അടിപിടി കൂടിയത് കൊണ്ട് വീണ്ടും യൂത്ത് ക്യാമ്പിൽ നിന്നും നമ്മുടെ ക്ലോൺ എലിയോയെ പുറത്താക്കി. ശേഷം ഓൾഗ ആന്റിയോടത്ത് ഇപ്പൊ നമ്മുടെ ക്ലോൺ എലിയോ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഏലിയൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഓൾഗ ആന്റി പറയുമ്പോൾ ഇവന് അതിലൊന്നും ശ്രദ്ധയില്ലായിരുന്നു. അതെന്താ, നിനക്ക് ഏലിയൻസിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കണ്ടേ? ഓ വേണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു എന്നാണ് ഇപ്പോ നമ്മുടെ ക്ലോൺ എലിയോ പറയുന്നത്. ഇതേസമയം കമ്മ്യൂണിവേഴ്സിലാകട്ടെ നമ്മുടെ എലിയോ ഇന്ന് ലോർഡ് ഗ്രിഗോണിനെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. വലിയ ആളായിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞു എലിയോയ്ക്കുണ്ടോ സ്പേസ് ഷിപ്പ് ഓടിക്കാൻ അറിയുക? അങ്ങനെ ഒരു വിധത്തിൽ ഓടിച്ച് ലാസ്റ്റ് നമ്മുടെ ലോർഡ് ഗ്രിഗോണിന്റെ
അടുത്തേക്ക് എങ്ങനെയൊക്കെയോ എത്തിച്ചേരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ലോർഡ് ഗ്രിഗോണിന്റെ സ്പേസ് ഷിപ്പാണ് അവന്റെ ഈ ഒരു കുഞ്ഞു സ്പേസ് ഷിപ്പിനെ വലിച്ചെടുത്ത് അകത്തേക്ക് കയറ്റുന്നത്. അല്ലാണ്ട് അവൻ ഓടിച്ച് അങ്ങോട്ടേക്ക് കയറിയതൊന്നുമല്ല. ലോർഡ് ഗ്രിഗോൺ നമ്മുടെ എലിയോട് അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓ നീയാണോ നെഗോഷിയേഷന് വേണ്ടി വന്നിരിക്കുന്നത്? ആട്ടെ, നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? എന്റെ കഴിവുകൾ നിനക്ക് കാണണോ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഒരു ഗണ്ണെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പൂ പോലുള്ള ഒരു ചെറിയൊരു ഏലിയൻ ഉണ്ട്, അതിനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെച്ച് കളിക്കുകയാണ് ഈ ഒരു ലോർഡ് ഗ്രിഗോൺ. ഇനി നിന്റെ ഊഴം. എന്റെ കയ്യിൽ ഗണ്ണൊന്നുമില്ല സാറേ. ഓ അതിനെന്താ, എന്റെ കയ്യിൽ ഒരുപാട് ഗണ്ണുണ്ട്, ഏത് വേണമെങ്കിലും നീ എടുത്തോ. അങ്ങനെ നമ്മുടെ എലിയോ ഒരു ഗണ്ണെടുത്തിട്ട് ചുമ്മാ ഒരു വെടിവെച്ചു. എന്തോ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലോഹത്തകടിലൊക്കെ തട്ടിയിട്ട് നേരെ ആ ഒരു ഏലിനിട്ട് തന്നെ അത് കൊണ്ടു. ഓ നീ കുറച്ച് ട്രിക്കി ആയിട്ടാണല്ലേ വെടിവെക്കുള്ളൂ, കൊള്ളാം കൊള്ളാം. നെഗോഷിയേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എലിയോ അവന്റെ കൈപ്പത്തിയിൽ എഴുതിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും ഫലിച്ചില്ല. അങ്ങനെ പാവം എലിയോനെ ഈ ഒരു ലോർഡ് ഗ്രിഗോൺ അവിടെ തുറങ്കിൽ അടയ്ക്കാനായിട്ട് പറയുകയാണ്. എന്നെ ജയിലിൽ അടയ്ക്കല്ലേ, ഞാനൊന്നും ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എലിയോ വാവിട്ട് കരയുന്നുണ്ട്. പക്ഷെ ലോർഡ് ഗ്രിഗോൺ അതൊന്നും കേട്ടില്ല. മറുവശത്ത് ഭൂമിയിലാകട്ടെ ആ ഒരു ക്യാമ്പിൽ നിന്ന് വന്നതിന് ശേഷം എലിയോയ്ക്ക് നല്ല മാറ്റമുണ്ട്. അവനിപ്പോ നല്ല കുട്ടിയാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നൊക്കെയാണ് ഓൾഗ തന്റെ കൊളീഗായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയോട് പറയുന്നത്. ഇവർക്ക് അറിയില്ലല്ലോ അത് എലിയോയുടെ ക്ലോൺ ആണെന്ന്. പക്ഷെ ഇവന്റെ പെട്ടെന്നുള്ള മാറ്റം ഓൾഗയിലും ചില സംശയങ്ങളൊക്കെ ഉളവാക്കുന്നുണ്ട്. അപ്പോഴേക്കും എലിയോനെ തടവുപുള്ളിയായി പ്രഖ്യാപിച്ച് ജയിലടച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ എലിയോയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നത്. ഗ്രാവിറ്റിയിൽ മാറ്റം വരുത്തിയിട്ട് അവൻ അങ്ങനെ പറന്നു പൊങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ജനലിലൂടെ പുറത്തേക്ക് കടക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുകയാണ്. എലിയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് എത്തിച്ചേരുന്നത് ഗ്ലോർഡോൺ എന്ന് പറയുന്ന ഒരു ഏലിയന്റെ അടുത്തേക്കാണ്. പോലുള്ള ഒരുപാട് പല്ലുകളൊക്കെ വായിലുള്ള ഒരു ഏലിയൻ ആയിരുന്നു അത്. നമ്മുടെ എലിയോനെ അത് കഴിക്കാനായിട്ട് പോവുകയാണെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ അതൊരു പാവം ഏലിയനായിരുന്നു. സംസാരിക്കാനുള്ള ചിപ്പ് പരസ്പരം കൈമാറിയതോടുകൂടി അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എലിയോയും ഗ്ലോർഡോണും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി മാറുകയും അവരുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ എലിയോയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ലോർഡ് ഗ്രിഗോണിന്റെ മകനാണ് ഇവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഗ്ലോർഡോൺ. ശരിക്കും പറഞ്ഞ നമ്മുടെ ഗ്ലോർഡോൺ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു പുഴുവിനെ പോലെയാണല്ലോ, അതേപോലെ തന്നെയാണ് അവന്റെ അച്ഛനായിട്ടുള്ള ലോർഡ് ഗ്രിഗോണിനെയും കാണാനായിട്ട്. ഇവരുടെ ആചാരപ്രകാരം ഒരു വയസ്സെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാർ മെഷീന്റെ ഉള്ളിലേക്ക് അവർ കയറേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പാവം ഗ്ലോഡോൺ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഏലിയൻ ഉണ്ടല്ലോ, അവന് അതിനൊന്നും യാതൊരുവിധ താല്പര്യവുമില്ല. കാര്യം അച്ഛനോട് എങ്ങനെ പറയും? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കുകയുമില്ല. അങ്ങനെ നമ്മുടെ എലിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു ബാർഗെയിനിങ് ചിപ്പ് എന്നുള്ള രീതിയിൽ കമ്മ്യൂണിവേഴ്സിലേക്ക് നമ്മുടെ ഗ്ലോഡോണെ കൊണ്ടുപോവുകയാണ്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ അച്ഛൻ എന്തായാലും ഇവനെ തേടി വരുമല്ലോ, അപ്പൊ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. പകരം നമ്മുടെ ലോർഡ് ഗ്രിഗോൺ അവിടെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മകനെ തിരിച്ചു കൊടുക്കും. അതാണ് ഇവരുടെ പ്ലാൻ. പാവം ഗ്ലോഡോൺ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ സമ്മതിക്കുന്നുണ്ട്. കണക്കിനുള്ള ഒരുപാട് ദ്രാവകം വന്നപ്പോ തന്നെ നമ്മുടെ ഗ്ലോഡോണ് ഇപ്പൊ എലിയോനെ വയറ്റിനുള്ളിലാക്കി. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ദേ ഇപ്പൊ തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടുത്തെ അംബാസഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എലിയോനെ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഉടനെ തന്നെ ഇവിടുത്തെ ഒരു മെമ്പറായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലോർഡ് ഗ്രിഗോൺ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എലിയോ വലിയ ആളായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥതയും സമാധാനവും തന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരില്ല. അതോടുകൂടി ലോർഡ് ഗ്രിഗോൺ അവരെ ഇനി ഉപദ്രവിക്കില്ല എന്ന് പറയുന്നു. ഇതിനകം തന്നെ അവിടുത്തെ ഒരു മെമ്പറായിട്ട് നമ്മുടെ എലിയോനെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴാണ് എലിയോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ കുഞ്ഞ് ഏലിയനായിട്ടുള്ള ഗ്ലോഡോൺ ഇപ്പൊ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. ടെമ്പറേച്ചർ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ക് ഇപ്പൊ ഗ്ലോഡോണ് നമ്മുടെ എലിയോ നൽകുന്നു. മകനെ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണം, അതാണ് ലോർഡ് ഗ്രിഗോണിന്റെ ഇപ്പോഴത്തെ പ്ലാൻ. അവന് നൽകേണ്ട വാർ മെഷീനുമായിട്ടാണ് ഇവര് അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. മറുവശത്ത് കമ്മ്യൂണിവേഴ്സിലാകട്ടെ എലിയോയും ഗ്ലോഡോണും കൂടി ചേർന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഇവര് രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴാണ് ഗ്ലോഡോൺ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് എലിയും പറയുന്നത്, എനിക്കൊരിക്കലും അച്ഛനെ പോലെ ആ ഒരു വാർ മെഷീൻ ആവണ്ട, എനിക്ക് ഞാനായിട്ട് തന്നെ ജീവിച്ചാ മതി. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗ്ലോഡോൺ ഏലിയൻ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ എലിയോയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നത്. പക്ഷെ അത് പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഭൂമിയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന എലിയോയുടെ ക്ലോണിന്റെ അവസ്ഥ എന്താണെന്ന് ഇവർ രണ്ടുപേരും കൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ ഓൾഗയുമായി വളരെ നല്ല രീതിയിലുള്ള അടുപ്പത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലോൺ എലിയോ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ എലിയോ ആകെ വിഷമത്തിലാവുന്നുണ്ട്. പക്ഷെ ഇത് ഗ്ലോഡോണിന്റെ കാര്യത്തിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്കത് ചെയ്യാം എന്നും പറഞ്ഞ് അവൻ ആ ഒരു മൂഡ് മാറ്റിയിട്ട് കുഞ്ഞ് ഏലിയൻ ആയിട്ടുള്ള ഗ്ലോഡോണിന്റെ ക്ലോണിനെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ലോർഡ് ഗ്രിഗോൺ വരുമ്പോ ഗ്ലോഡോണിനെ പറഞ്ഞയക്കാതെ ക്ലോൺ ഗ്ലോഡോണിനെ പറഞ്ഞയക്കാനായിട്ടാണ് ഇവരുടെ പ്ലാന്. അങ്ങനെ ക്ലോണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒറിജിനൽ ഗ്ലോഡോണിനെ
ഒരു എസ്കേപ്പ് ഷട്ടിലിൽ കയറ്റിയിരുത്തുകയാണ് നമ്മുടെ എലിയോ. മറുവശത്ത് ഭൂമിയിലാകട്ടെ ഓൾഗ ആന്റി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലോൺ എലിയോയുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇപ്പോഴും നമ്മുടെ ഓൾഗ ആന്റിക്കുണ്ട്. അന്ന് രാത്രി മുറിയിലേക്ക് കിടന്നുറങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ക്ലോൺ എലിയോ ഓൾഗ ആന്റിക്ക് ഒരു ഹഗ് കൊടുത്തു. ഈ ഒരു തക്കത്തിന് ഓൾഗ ആന്റി ആകട്ടെ അവന്റെ ഒരു മുടിയുടെ സാമ്പിൾ എടുത്തു. എന്നിട്ട് അത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോഴാണ് ആ ഒരു മുടി തനിയെ എഴുന്നേറ്റ് ഇഴഞ്ഞിഴഞ്ഞ് എലിയോയുടെ റൂമിലേക്ക് പോകുന്നത് നമ്മുടെ ഓൾഗ കാണുന്നത്. ആ ഒരു മുടിയെ പിന്തുടർന്ന് ഓൾഗ എലിയോയുടെ റൂമിലേക്ക് എത്തി. എന്നിട്ട് എലിയോയുടെ ആ ഒരു കണ്ണിലൊട്ടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കർ പറിച്ചു നോക്കിയപ്പോ അതിനുള്ളിൽ കണ്ണുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഓൾഗയ്ക്ക് മനസ്സിലാവുന്നത് ഇത് എലിയോ അല്ലെന്ന്. മറുവശത്ത് തന്റെ മകനെ തേടി എത്തിയിരിക്കുകയാണ് ലോർഡ് ഗ്രിഗോൺ. വീണ്ടും കമ്മ്യൂണിവേഴ്സിലെ സമാധാനം കൊണ്ടുവന്ന എലിയോയ്ക്ക് വേണ്ടി എല്ലാവരും ആർപ്പ് വിളിക്കുന്നു. എന്റെ മകനാണെന്ന് വിചാരിച്ച് ലോർഡ് ഗ്രിഗോൺ അപ്പോൾ തന്നെ ആ ഒരു വാർ മെഷീന്റെ ഉള്ളിലേക്ക് ക്ലോൺ ആയിട്ടുള്ള ഗ്ലോഡോണിനെ കയറ്റുകയാണ്. വാർ മെഷീൻസ് ഒന്നും തന്നെ ഇഷ്ടപ്പെടാത്ത തന്റെ മകന് ഇത്ര പെട്ടെന്ന് എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് ലോർഡ് ഗ്രിഗോൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വാർ മെഷീന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്ലോൺ ഗ്ലോഡോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വലിയ ഊർജ്ജത്തോടു കൂടിയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലോർഡ് ഗ്രിഗോണിന് കാര്യം മനസ്സിലായി. ഇതൊരു ക്ലോൺ ആണെന്നും ഇവര് തന്നെ ചതിച്ചതാണെന്നും മനസ്സിലാക്കിയിട്ടുള്ള ലോർഡ് ഗ്രിഗോൺ കമ്മ്യൂണിവേഴ്സിലേക്ക് വലിയൊരു ആക്രമണം തന്നെ അഴിച്ചുവിടുകയാണ്. എന്നിട്ട് കൊസ്റ്റ എന്ന് പറയുന്ന ആ ഒരു ഏലിയൻ ഒരു കഴിവുണ്ട്, അതായത് മനസ്സ് റീഡ് ചെയ്യാനുള്ള കഴിവ്. എലിയോയുടെ മനസ്സ് റീഡ് ചെയ്യാനായിട്ട് കൊസ്റ്റ ആരംഭിച്ചു. എലിയോ ഒരു കൊച്ചുകുട്ടി മാത്രമാണെന്നും എസ്കേപ്പ് ഷട്ടിലാണ് ഇപ്പോൾ ഗ്ലോഡോൺ ഉള്ളതെന്നും നമ്മുടെ കൊസ്റ്റ മനസ്സിലാക്കി. തന്റെ മകനെ വിട്ടുതരാത്ത ദേഷ്യത്തില് ലോർഡ് ഗ്രിഗോൺ ഇപ്പോൾ കമ്മ്യൂണിവേഴ്സ് മൊത്തത്തില് നശിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാണ്, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്കുള്ള ഒരു പോർട്ടൽ കൊസ്റ്റ തുറന്നു കൊടുക്കുന്നു. ഞാൻ പോകില്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കാം, സോറി എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറയുമ്പോഴേക്കും കൊസ്റ്റ അവനെ തള്ളി ആ ഒരു പോർട്ടലിലേക്ക് ഇടുന്നു. എലിയോ നേരെ ചെന്ന് വീഴുന്നത് ഭൂമിയിലുള്ള ഒരു കടലിലേക്കാണ്. ഒരുവിധം നീന്തി അവൻ തീരത്തേക്ക് കയറി. തീരത്തേക്ക് നോക്കുമ്പോൾ അവൻ ഒരാളെ കണ്ടു, അവന്റെ ആന്റി ആയിട്ടുള്ള ഓൾഗയെ. ഓൾഗയ്ക്ക് നമ്മുടെ എലിയോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് നമ്മുടെ എലിയോ മനസ്സിലാക്കിയിരുന്നില്ല. ക്ലോൺ ആയിട്ടുള്ള എലിയോയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തോ കാര്യം എടുക്കാനായിട്ട് ക്ലോൺ അവിടെ നിന്ന് പോയ തക്കത്തിന് എലിയോ അങ്ങോട്ടേക്ക് ചെന്നു. ഇത് ഒറിജിനൽ എലിയോ ആണ് വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ഓൾഗയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ബീച്ചിൽ വന്നിട്ട് എലിയോ ആണ് ഇങ്ങനെ ഏലിയൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്നെ തട്ടിക്കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെക്കാറുള്ളത്. പക്ഷെ എലിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോ ഓൾഗയാണ് അതൊക്കെ ചെയ്യുന്നത്. അവനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു തരൂ എന്നുള്ള രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടതോടുകൂടി നമ്മുടെ എലിയോയ്ക്ക് നല്ല സങ്കടാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഓൾഗ അത് ഒറിജിനൽ എലിയോ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എസ്കേപ്പ് ഷട്ടിലിൽ ഇരുന്നിരുന്ന ഗ്ലോഡോൺ എന്ന് പറയുന്ന കുഞ്ഞ് ഏലിയൻ ഉണ്ടല്ലോ, അറിയാതെ ഒരു ബട്ടൺ ഞെക്കിയിട്ട് ആ ഒരു എസ്കേപ്പ് ഷട്ടിൽ ഇപ്പൊ ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതും നമ്മുടെ മേജർ ഓൾഗ വർക്ക് ചെയ്യുന്ന ആ ഒരു മിലിറ്ററി ബേസിനുള്ളിലേക്ക്. വലിയൊരു പൊട്ടിത്തെറിയുടെ സൗണ്ട് കേട്ട് ഇവരും ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എലിയോയെ ഇപ്പൊ ഓൾഗയ്ക്ക് നല്ല വിശ്വാസമാണ്, എന്റെ കൂട്ടുകാരൻ അതിനുള്ളിലുണ്ട് എന്നൊക്കെ പറയുമ്പോ ഓൾഗ വിചാരിക്കുന്നത് മനുഷ്യനാവുമെന്നാണ്. പിന്നീടാണ് അവൻ പറയുന്നത് അതൊരു ഏലിയൻ ആണെന്ന്. അങ്ങനെ നമ്മുടെ ക്ലോൺ എലിയുടെ സഹായത്തോട് കൂടിയിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു മിലിറ്ററി ബേസിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവസാനമായിട്ട് ആ ഒരു ക്ലോൺ ഇല്ലാതാവുമ്പോ നമ്മുടെ ഒറിജിനൽ എലിയോ അവന് ഒരു സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ആ ഒരു എസ്കേപ്പ് ഷട്ടിലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഓൾഗയും എലിയോയും. എസ്കേപ്പ് ഷട്ടിലിന്റെ ഡോർ തുറന്നു നോക്കിയപ്പോ ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. പാവം നമ്മുടെ ഗ്ലോഡോൺ ഏലിയൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തണുത്ത് വിറച്ച് ആകെ ക്ഷീണിതനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡ്സ് അങ്ങോട്ടേക്ക് വരികയും ഇവര് ആ ഒരു എസ്കേപ്പ് ഷട്ടിൽ ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷേ ഇത് നേരെ പറന്നു പോകുന്നത് കമ്മ്യൂണിവേഴ്സിലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഗ്ലോഡോണിന്റെ ദേഹത്ത് ആ ഒരു ഡിസ്ക് ഇല്ലേ, അതുകൊണ്ട് ആ ഒരു ഹൈപ്പോതെർമിയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടോന്ന്. പക്ഷെ ആ ഒരു ഡിസ്ക് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരു വിധത്തിലാണ് ഈ ഒരു എസ്കേപ്പ് ഷട്ടിൽ പ്രവർത്തിപ്പിച്ച് ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഡെബ്രിസ് ഫീൽഡ്, അതായത് അവശിഷ്ടങ്ങളൊക്കെ പോകുന്ന ഈ വലിയ വലിയ ഉൽക്കകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിലൊക്കെ പോകുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ ഇവർക്ക് എങ്ങനെയാ പോകേണ്ടെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ അപ്പൊ തന്നെ ബ്രൈസിനെയും മെൽമാക്കിനെയും ഒക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. മെൽമാക്ക് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടെന്ന്, അത് ഏലിയൻസിന്റെ റെസ്പോണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഗവേഷകനാണ്. അങ്ങനെ ബ്രൈസും മെൽമാക്കും ഇങ്ങനെ ഈ വേൾഡിലുള്ള എല്ലാ ഓർബിറ്റൽ സയന്റിസ്റ്റുകളും ഇവർക്ക് വേണ്ട ആ ഒരു പാത്ത് വേ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന സ്ഥലത്ത് നിന്ന് ആ സാധനം വരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര സ്പീഡിൽ ആ സാധനം വരുന്നുണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിൽ നിന്ന് വരെ ഓർബിറ്റൽ സയന്റിസ്റ്റുകൾ ഇവർക്ക് ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ കമ്മ്യൂണിവേഴ്സിലേക്ക്
ഇപ്പോ ഇവര് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ലോർഡ് ഗ്രിഗോണും ബാക്കിയുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഗ്ലോഡോണിനെ ഇപ്പോ ഗ്രിഗോണിനെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ എലിയോ. പക്ഷേ ഗ്ലോഡോണിന് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട നമ്മുടെ ലോർഡ് ഗ്രിഗോണിന് ദേഷ്യം പിടിച്ചു. ആദ്യം വിചാരിച്ചു ഇവരെ എല്ലാവരും നശിപ്പിച്ചു കളയുന്നു. പക്ഷെ പുള്ളിക്കാരൻ ആ ഒരു വാർ മെഷീന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോ നമ്മുടെ ഗ്ലോഡോന്റെ അതേപോലെ തന്നെയാണ് അവനെയും കാണാനായിട്ടുള്ളത്, ഒരു പുഴുയുടെ രൂപം. തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഗ്രിഗോൺ. പെട്ടെന്ന് തന്നെ ഗ്ലോഡോൺ ഉണരുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. ലോർഡ് ഗ്രിഗോൺ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. താൻ ചെയ്ത വലിയ തെറ്റ് തിരുത്തിയതിനെ തുടർന്ന് വീണ്ടും എലിയോനെ ഇവിടുത്തെ ഒരു മെമ്പറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ വെറും മെമ്പർ മാത്രമല്ല, ഒരു അംബാസഡർ കൂടിയാണ് എലിയോ. ഇത് കേട്ടതും എലിയോയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എല്ലാ ഏലിയൻസിന്റെയും കൂടെ അവൻ നൃത്തം ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. അപ്പോഴാണ് കോസ്ത ഓൾഗയ്ക്ക് പോവാനായിട്ടുള്ള ആ ഒരു പോർട്ടൽ തുറന്നു കൊടുക്കുന്നത്. ഓൾഗ ആന്റി ഇപ്പൊ ഭൂമിയിലേക്ക് പോവാണെന്ന് മനസ്സിലായപ്പോ എലിയോയുടെ മനസ്സ് മാറുന്നു. എന്റെ വീട് ഭൂമിയാണ്, ഞാൻ അവിടെയാണ് താമസിക്കേണ്ടത് എന്നും പറഞ്ഞ് തനിക്ക് കിട്ടിയ കമ്മ്യൂണിവേഴ്സിലെ അംബാസഡർ പദവി വേണ്ടെന്ന് വെക്കുന്നു. ഗ്ലോഡോൺ അടക്കമുള്ള എല്ലാ ഏലിയൻസിനോടും യാത്ര പറഞ്ഞ് എലിയോ ഇപ്പോ ഭൂമിയിലേക്ക് പോവുകയാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. ഭൂമിയിൽ എത്തിയിട്ടും ബ്രൈസിനോടൊത്ത് എലിയോ ഇപ്പോ ഗ്ലോഡോൺ ഏലിയനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കാണാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമയാണ് എലിയോ. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.